2 രൂപയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏതായിരുന്നു എന്ന് 90കളിലെ കുട്ടികളോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ഈ മഞ്ചാണ്. 1999 മഞ്ച് ഇന്ത്യയിലെത്തുന്നത്. അന്ന് വിപണിയിൽ വലിയ മത്സരമായിരുന്നെങ്കിലും മഞ്ച് പിടിച്ചു നിന്നത് അതിന്റെ ആ ക്രഞ്ചിലാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ചോക്ലേറ്റുകൾക്കിടയിൽ ഓരോ കടിയിലും ശബ്ദം മുഴങ്ങുന്ന വേഫറുകൾ ഇന്ത്യക്കാർക്കൊരു പുതിയ അനുഭവമായിരുന്നു. കാഡ്ബറി പെർക്കിനോട് മത്സരിച്ച മഞ്ച് ഭാരത്തേക്കാൾ പ്രാധാന്യം അതിന്റെ രുചിക്കും ക്രിസ്പി ഗുണത്തിനുമാണെന്ന് തെളിയിച്ചു. മഞ്ച് ഈസ് ലൈറ്റ്, മഞ്ച് ഈസ് റൈറ്റ് എന്ന മുദ്രാവാക്യവും പിന്നെ വിരാട് കോഹ്ലിയെ പോലുള്ള ബ്രാൻഡ് അംബാസഡേഴ്സും മഞ്ചിനെ യുവാക്കളുടെയും ഹരമാക്കി മാറ്റി. പക്ഷേ മഞ്ചിനെ വെറും ഒരു ചോക്ലേറ്റ് മാത്രമല്ലാതാക്കി മാറ്റിയ ഒരിടമുണ്ട് നമ്മുടെ കേരളത്തിൽ. ആലപ്പുഴ തലവടിയിലെ തെക്കൻ പഴനി ക്ഷേത്രം. ഇവിടുത്തെ മുരുകന് ഭക്തർ വഴിപാടായി നൽകുന്നത് പൂവോ പഴമൊന്നുമല്ല, സാക്ഷാൽ മഞ്ച് ചോക്ലേറ്റ്സ് ആണ്. ഒരു കൊച്ചുകുട്ടി വഴിപാടായി നൽകിയ മഞ്ചിൽ തുടങ്ങിയ ഈ വിശ്വാസം ഇന്ന് മഞ്ചു മുരുകൻ എന്ന പേരിൽ ലോകമെങ്ങും പ്രശസ്തമാണ്. തുലാഭാരത്തിനും പറ നിറയ്ക്കാനും വരെ ഇന്ന് ഇവിടെ മഞ്ച് ഉപയോഗിക്കുന്നു. 2026 ഇന്ത്യൻ വേഫർ ചോക്ലേറ്റിന്റെ മാർക്കറ്റിൽ 10% കൈയടക്കിയിരിക്കുന്നത് നമ്മുടെ മഞ്ചാണ്. നമ്മുടെ നാട്ടിലെ ചായക്കടകൾ മുതൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ വരെ ഇന്നും കേൾക്കാം നമ്മുടെ മഞ്ചിന്റെ ആ പഴയ ക്രഞ്ച് ശബ്ദം.